So, dear students, today I want to continue the NEET previous year question paper discussion for the chapter rotational motion. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 2011 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. 2012 തുടങ്ങി 2015 വരെ ഫേസ് 1 വരെ നടന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ, ചില വർഷങ്ങളിൽ 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ച ഒരു ചാപ്റ്ററാണ്. സോ യു ഹാവ് ടു വളരെ കെയർഫുള്ളായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ. സോ വി ക്യാൻ ബിഗിൻ വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 16. When a mass is rotating in a plane about a fixed point, its angular momentum that is directed along. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സാധാരണ രൂപത്തിൽ നമ്മൾ സർക്കുലർ മോഷൻ ഉൾപ്പെടെയുള്ള കൺസെപ്റ്റ്സുകൾ എടുക്കുമ്പോൾ സപ്പോസ് എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് ദ സർക്കംഫറൻസ്, അവിടെ ഉണ്ടായിരിക്കുന്ന ലീനിയർ ആയിട്ടുള്ള വേരിയബിൾസ് നമുക്കറിയാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, acceleration, and hence the tangential force, etc. They are acting tangentially. പക്ഷെ അതേ സമയത്തും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആങ്കുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആങ്കുലാർ വെലോസിറ്റി, ആങ്കുലാർ ആക്സിലറേഷൻ, ആങ്കുലാർ മൊമെൻറ്റം ആൻഡ് ടോർക്ക്, ദേ ആർ ആക്ടിങ് അലോങ് ദ ആക്സിസ്. ആൻഡ് ഓൾസോ ഇവിടെ നമുക്കൊരു വെക്ടർ വരുന്നതാണ് റേഡിയസ് വെക്ടർ. നമുക്ക് സിമ്പിളായിട്ട് നമുക്കറിയാം ദ ആങ്കുലാർ മൊമെൻറ്റം ഈസ് വാട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി. വളരെ സിമ്പിളായിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് എ ക്രോസ് പ്രോഡക്റ്റ്. യുനോ, ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദ റേഡിയസ് വെക്ടർ ആൻഡ് ലീനിയർ മൊമെൻറ്റം. സോ ഇവിടെ നമുക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുമ്പോൾ ലീനിയർ മൊമെൻറ്റവും ടാൻജൻഷ്യലി ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പം സ്വാഭാവികപരമായിട്ടും ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് എലോങ് ദ ആക്സിസ് ആണല്ലോ. സോ വി ക്യാൻ സിംപ്ലി സേ ദ മേക്സ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. സോ ഹിയർ കംഫർട്ടായിട്ട് നമുക്ക് ബി ആൻസർ പറയാം, എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. ഈ ഫിഗർ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതിലൊരു പാരാമീറ്റർ കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ, ദ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഓർ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് that is acting along the radius towards the center. So we can move to the question number 17. Two persons of masses of 55 kilogram and 65 kilogram respectively are at the opposite ends of a boat. The length of the boat is given as 3 meter and it weighs 100 kilogram. The 55 kilogram man walks up to the 65 kilogram man and sits with him. If the boat is in still water, the center of mass of the system shifts by. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്സ് ആണ്. അപ്പം ആദ്യത്തെ കേസിലെ ബോട്ട് ദാറ്റ് പേഴ്സൺ ഈസ് ഹിയർ, ദാറ്റ് ഈസ് വിത്ത് 55 കിലോഗ്രാം ആൻഡ് ദ one has 65 kilogram and it is given the mass of the body is 100 kilogram and its length is 3 meter. So at the end, that person of 55 kilogram now walks up to the 65, so the hands are here. Yes, so that is a very important one. So ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, the center of mass movement is unaffected by the presence of internal forces. Unaffected by the presence of internal forces. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടുത്തെ മ്യൂച്വലി അവരുടെ മൂവ്മെൻറ്റുകളെല്ലാം ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് മാസിന് വ്യത്യാസമൊന്നും വരുന്നില്ല എന്നുള്ള കൺസെപ്റ്റ്, ഇറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ആൻഡ് ഹെൻസ് ദ ഷിഫ്റ്റ് ഈസ് ബിക്കംസ് എ സീറോ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പം ഇവർ പരസ്പരം മാറുമ്പോഴും ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് അതിനനുസരിച്ച് നമ്മുടെ ബോട്ടിന് മൂവ്മെൻ്റ് ഉണ്ടാവും. നേരത്തെ ഉണ്ടായിരുന്ന അതേ പൊസിഷനിൽ തന്നെ നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേറ്റഡ് ആയിരിക്കും. That is a very very important concept. A good question. Number 18. See, ABC, an equilateral triangle with O as its center, F1, F2 and F3 represent the three forces
acting along the side AB, BC, and AC respectively, if the total torque about O is 0, so the total torque about O equal to 0, then the magnitude of F3 is, so ഇവിടെ മൂന്ന് ഫോഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് F1, F2, F3. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ടോർക്ക് ഡ്യൂ ടു F1 പ്ലസ് ഡ്യൂ ടു F2 പ്ലസ് ഡ്യൂ ടു F3 ഷുഡ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ സാധാരണ രൂപത്തിൽ നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു സിമ്പിൾ കൺസെപ്റ്റ് നമുക്കറിയാം. ഇറ്റ് ഈസ് ദ ലീനിയർ ഫോഴ്സ് റെസ്പോൺസിബിൾ ഇൻ ടു ദ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അപ്പോൾ എന്താണ് നമ്മുടെ ലീനിയർ ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ സെപ്പറേഷൻ ഫോർ ഈച്ച് പാരാമീറ്റേഴ്സ്? ഇവിടെ F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ. സോ ദിസ് ഈസ് ദ ലീനിയർ ഡയറക്ഷൻ. അപ്പോൾ അവിടുത്തെ ഒരു പെർപെൻഡിക്കുലർ സെപ്പറേഷൻ നമുക്ക് വേണം വിത്ത് റെസ്പെക്ട് ടു O. സോ വി ക്യാൻ ടേക്ക് ദ വാല്യൂ ആസ് എക്സ്. അപ്പോൾ രണ്ടാമത്തെ ഫോഴ്സ് F2 എന്നെടുത്തേ, അവിടുത്തെ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ എക്സ്. യെസ്, F3 ഇങ്ങനെയാണ്. അപ്പോൾ അവിടുത്തെ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ ആസ് എക്സ്. എല്ലാത്തിലും ഒരേ വാല്യൂ ആണ്. കാരണം ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ അതിൻ്റെ സെൻട്രോയിഡും ഒരു സൈഡും തമ്മിലുള്ള സെപ്പറേഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാട്ട് അബൌട്ട് ദ ഫോഴ്സ് ടോർക്ക് കോൺട്രിബ്യൂഷൻ ഡ്യൂ ടു F1? സോ F1 എന്ന് പറയുന്നത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് കൊടുക്കുക അല്ലേ. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് വരുമ്പോൾ നമ്മുടെ ടോർക്ക് പ്ലസ് ആയിട്ടല്ലേ മാറുന്നേ. സോ ദ ലീനിയർ റെസ്പോൺസിബിൾ F1 ഇൻ ടു ദ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ എക്സ്. വാട്ട് അബൌട്ട് F2? ദിസ് ഈസ് ഓൾസോ ഗിവിങ് എന്താ കൊടുക്കുന്നത്, ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. അപ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് വരുമ്പോൾ ആ ടോർക്കിനെ നമ്മൾ പ്ലസ് ആയിട്ടാണ് എടുക്കുക. അതിന് പകരം ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ ടോർക്കിനെ നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുക്കുക. അപ്പോൾ F2 എന്ന് പറയുന്നത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻ്റ് അല്ലേ കൊടുക്കുന്നത്. സോ വി ഹാവ് ഇറ്റ് ടു ഫൈൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ആസ് F ഇൻ ടു ദ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ. അഗെയിൻ വി നോ ഇറ്റ് ഈസ് എക്സ്. ഇനി മൂന്നാമത്തെ കോൺട്രിബ്യൂഷൻ F3 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഗീവ് എ ക്ലോക്ക് വൈസ് കോൺട്രിബ്യൂഷൻ. സോ മൈനസ് F3 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, F1 പ്ലസ് F2 ദാറ്റ് മച്ച് ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു, ഇവനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ മാറ്റിയാൽ ഗെറ്റ് ദ വാല്യൂസ് F3x. സോ വി ഗെറ്റ് ദ കൺസെപ്റ്റ് ആസ് വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് F3 എന്ന് പറയുന്നത് F1 പ്ലസ് F2 ആയിട്ട് മാറി. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് ബി ചോയ്സ്. എ ഗുഡ് ക്വസ്റ്റ്യൻ. ഇക്വിലിബ്രിയം കണ്ടീഷൻ ഒന്ന് മനസ്സിൽ ഓർക്കുക, അത് എടുത്ത കൺസെപ്റ്റും ഒന്ന് ഓർത്തിരിക്കുക. സോ വി ക്യാൻ മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 19. എ വെരി 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 ഗുഡ് ക്വസ്റ്റ്യൻ. എ സർക്കുലർ പ്ലാറ്റ്ഫോം ഈസ് മൗണ്ടഡ് ഓൺ എ ഫ്രിക്ഷൻലെസ് വെർട്ടിക്കൽ ആക്സിൽ. ഇറ്റ്സ് റേഡിയസ് r equal to 2 meter and its moment of inertia about the axis is 200 kilogram meter square. It is initially at. അപ്പോൾ നമുക്ക് ഒരു സർക്കുലർ വി ക്യാൻ തിങ്ക് ആസ് എ ഡിസ്ക്. സോ അതിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് വാല്യൂ ആസ് 2 meter and the moment of inertia it is given as 200 kilogram meter square. Yes. ഇനി എ 50 kilogram സ്റ്റാൻഡ്സ് ഓൺ ദ എഡ്ജ് ഓഫ് ദ പ്ലാറ്റ്ഫോം. അപ്പോൾ 1 man ഈസ് നമ്മുടെ എഡ്ജിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാസ് 50 kilogram ആണ്. ആൻഡ് ബിഗിൻസ് ടു വാക്ക് അലോങ് ദ എഡ്ജ് അറ്റ് ദ സ്പീഡ് ഓഫ് 1 meter per second റിലേറ്റീവ് ടു ദ ഗ്രൗണ്ട്. അപ്പം ഇവർ ഇങ്ങനെ മൂവ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുക. ദ വെലോസിറ്റി ഈസ് ഗിവൻ ആസ് 1 meter per second. ദ ടൈം ടേക്കൺ ബൈ ദ മാൻ ടു കംപ്ലീറ്റ് 1 revolution. ഒരു പ്രാവശ്യം കറങ്ങുന്നതിനുള്ള സമയം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്, ഈ പേഴ്സൺ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർക്കണം, അതിനോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് കൺസെപ്റ്റിൽ നമുക്കറിയാം നമ്മുടെ ഈ ഡിസ്ക് കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. യെസ് എന്നോ? യെസ്. മൂവ്മെൻറ്റ് ഇങ്ങോട്ടാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഇങ്ങനെ കറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ടോട്ടലായിട്ട് ഒരു റിലേറ്റീവ് മോഷൻ ഈസ് ദെയർ ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ പേഴ്സൺ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മളുടെ ഡിസ്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് കവറപ്പ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതിന് മുന്നേ തന്നെ അവർക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. കാരണം ബിക്കോസ് ഓഫ് ദ റിലേറ്റീവ് മോഷൻ ഈ മൂവ്മെൻറ്റ് നടക്കുന്നത് കൊണ്ട്. സോ ഒരു പ്രാവശ്യം തുടങ്ങിയെടുത്ത് തന്നെ എത്തുന്നതിനുള്ള സമയം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സോ നമുക്കറിയാം ദ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവിഷൻ ബൈ വെലോസിറ്റി അല്ലേ. പക്ഷേ ഇവിടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി ആയിട്ട് മാറത്തില്ലേ.
കാരണം രണ്ടിനും മൂവ്മെൻറ്റിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം സർക്കംഫറൻസ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് person on the edge and begins to walk along the edge with a speed of 1 meter per second. So it is given as a 1 meter per second. അങ്ങനെയാണെങ്കിൽ ഡിസ്കിൻ്റെ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്കിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ സിമ്പിളായിട്ട് നമുക്കറിയാം ഒമേഗ എന്ന് നമുക്ക് പറയാം അല്ലേ? യെസ് എന്നോ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒമേഗ നമുക്ക് കണ്ടുപിടിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്കറിയാം സ്വാഭാവികപരമായിട്ടും മൊമെൻ്റം കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ ബിഫോറും ആഫ്റ്ററും മൊമെൻ്റം കൺസേർവ്ഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡിസ്ക് പ്രകാരമായിട്ടുള്ള മൊമെൻ്റം എന്ന് പറയുന്നത് ഒമേഗയാണ്. സോ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എം. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് പറയാം എം ഇൻറ്റു വി ആർ ഡിവിഷൻ ബൈ 200. മാസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ആസ് 50. ദ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി 1 എന്ന് തന്നിട്ടുണ്ട്. ദ റേഡിയസ് എന്ന് പറയുന്നത് 2 മീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഡിവിഷൻ ബൈ 200. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈസ് ഈക്വൽ ടു 100 by 200 as we get the value as 1/2. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിസ്കിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് റേഡിയസ് 2 into 1/2. സോ അഗൈൻ 1 meter per second. അപ്പോൾ നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് the velocity of the man plus the velocity of the disk under consideration. So that is equal to 2 pi into the radius as 2 division by Vm plus Vd, that is 1 plus 1, that is 2. So the time period to take the value is equal to as 2 pi. So that is a C choice. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ച കൺസെപ്റ്റുകളൊന്ന് ഓർമ്മയിരിക്കട്ടെ. ഒന്ന്, നമ്മുടെ the time taken for one complete revolution is nothing but equal to the distance traveled by the relative velocity under consideration. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് is nothing but 2 pi r that division by Vm plus Vd, that is a relative velocity. അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ആംഗുലാർ മൊമെൻ്റം കൺസർവേഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. കാരണം ബിഫോർ ദ ഇവൻറ്റ് ദാറ്റ് ഡിസ്ക് ഈസ് അറ്റ് റെസ്റ്റ്. സോ അതിനുണ്ടാകുന്ന മൊമെൻ്റം എന്താണ്? സോ ഇറ്റ് ഷുഡ് ബി ക്യാൻസൽഡ് ബിക്കോസ് ഓഫ് ദ മാൻ. അതുകൊണ്ട് ബട്ട് രണ്ടിൻ്റെ സം എന്ന് പറയുന്നത് 0 ആകണം. സോ വി ക്യാൻ സേ ദാറ്റ് I omega should equal to mvr. So we get the concept. So we substitute it and we find the value for the disk velocity and then you get the answer. So very good question, number 20. The moment of inertia of a uniform circular disk is maximum about an axis perpendicular to the disk and passing through. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു കുഞ്ഞു പോയിൻ്റ് ഓബ്ജക്ട്സ് ആണ് എടുക്കുന്നതെങ്കിൽ പോലും അത് R എന്ന് പറയുന്ന സെപ്പറേഷനുമായിട്ട് ഡിപ്പെൻഡബിൾ ആണ് അല്ലേ? യെസ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഈ ഡിസ്കിന് മാക്സിമം കോൺട്രിബ്യൂഷൻ വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ട്രിബ്യൂഷൻ കൂടുതലായിരിക്കണം ബിറ്റ്വീൻ ദ ആക്സിസ് ആൻഡ് ദ പോയിൻ്റ് അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും നമുക്ക് കൃത്യതയുടെ ആൻസർ പറയാം. യെസ്, ദാറ്റ് ബി പോയിൻ്റ് വരുമ്പോൾ ദാറ്റ് ഗ്യാപ്പ് ഈസ് ഗോട്ട് ദ മാക്സിമം വാല്യൂ ആൻഡ് ഹെൻസ് വി ക്യാൻ സേ എ as the answer. വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ എ എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. പിന്നെ ഏതൊരു ആക്സിസും കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരലൽ ആക്സിസ് തിയറം ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന വാല്യൂ കൂടുതലായിട്ടുള്ളത് ബിക്ക് തന്നെയാണ്. സോ ഉറപ്പിച്ച് പറയാം ബി as the ആക്സ് പോയിന്റ് ആൻഡ് എ as the answer. So we can move to the question number 21. 3 masses are placed on the x-axis. 300 gram at origin, 500 gram at x is equal to 40 centimeter and 400 gram at x is equal to 70 centimeter. The distance of the center of mass from the origin is. So നമുക്ക് ഒറിജിനിൽ നമുക്ക് എക്സ് ആക്സിസ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ അപ്പോൾ ഒറിജിൻ എന്ന് പറയുന്നിടത്ത് 300 gram ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 500 gram at x is equal to 40 centimeter. 40 centimeter ഉള്ളടുത്ത് 500 gram ആണ്. അത് കഴിഞ്ഞിട്ട് 70 centimeter എടുത്ത് ഇസ് ഗിവൺ ആസ് 400 gram. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ഒരു എലോങ് ദ ആക്സിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൊക്കേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഇറ്റ് ഈസ് m1 x1 പ്ലസ് m2 x2 പ്ലസ്
m3x3 division by yes total mass as m1 plus m2 plus m3. അപ്പോൾ അതിൽ ആദ്യത്തെ മാസ് എന്ന് പറയുന്നത് m1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 300 gram ആണ്. അവൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എക്സാക്ട്ലി 0 ആണെന്ന് നമുക്കറിയാം. m2 ഈസ് 500 gram ആൻഡ് ഇറ്റ്സ് പൊസിഷൻ വെക്ടർ ഈസ് 40 centimeter ആൻഡ് m3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 400 gram that at position vector is 70 centimeter. That division by m1 plus m2 plus m3 എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 300 plus 500 as 800, 800 plus 400 as 1200 ആയിട്ട് അത് മാറി. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഈ വാല്യൂ എന്ന് പറയുന്നത് 0 ആയി. ദെൻ അപ്പോൾ ഈ 0 0 so we can cancel it. So 40 into 5, so 200 plus 7 into 4 as 280, that division by 12, so that is equal to 480, that division by 12, so that is equal to centimeter. So we get the answer as choice A. Simple ആയിട്ടുള്ള നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്ന റിലേഷൻ ഒരു 3 particle system along a line. So we can use the simple formula as m1x1 plus m2x2 plus m3x3 by m1 plus m2 plus m3. So that is number 21. So we can just move to the question number 22. A solid cylinder, it is given as the mass is given as 3 kilogram. Yes, rolling on a horizontal surface that is given as velocity is equal to 4 meter per second. It collides with a horizontal spring of force constant that is given as K is equal to 200 Newton per meter. The maximum compression produced in the spring will be. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ തന്നിരിക്കുന്ന സിറ്റുവേഷൻ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ ബോൾ എന്ന് പറയുന്നത് ഇൻ അഡീഷൻ ടു മൂവ്സ് വിത്ത് വെലോസിറ്റി v, ഇറ്റ് ഹാസ് എ റൊട്ടേഷണൽ മോഷൻ. സോ അത് വന്നിട്ട് നമ്മളുടെ ഒരു സ്പ്രിങ്ങിൽ വന്നിടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നാച്ചുറൽ ലെങ്ത് ഇങ്ങനെയാണെന്നിരിക്കട്ടെ. പക്ഷെ വന്നിടിച്ചു കഴിഞ്ഞിട്ട് അവന് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു കംപ്രഷൻ ഉണ്ടായെങ്കിൽ ഇവനുള്ള ടോട്ടൽ എനർജി നമുക്കറിയാം. കൈനറ്റിക് പ്ലസ് റൊട്ടേഷൻ എന്ന് പറയുന്നത് we can easily write as half mv square plus half I omega square. So that should be equal to become the potential energy for the spring. So ഇവിടെ നമുക്ക് ഐക്ക് വരാം എം കെ സ്ക്വയർ കൊടുക്കാം. ഒമേഗ എന്ന് പറയുന്നത് വി ബൈ ആർ ആയിട്ടാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ടേക്ക് വാല്യൂ എസ് ഈക്വൽ ടു ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസിനെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. മാസ് എന്ന് പറയുന്നത് സോ മാസ് ഈസ് ഗിവൺ ആസ് 3 ഇൻറ്റു ഇറ്റ് മൂവ്സ് വിത്ത് വെലോസിറ്റി ഓഫ് 4, സോ 4 സ്ക്വയർ ആസ് 16 ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇവിടെ സോളിഡ് സിലിണ്ടർ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ സോളിഡ് സിലിണ്ടറിൻ്റെ റേഡിയസ് ഓഫ് ജൈറേഷനുമായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം എം ഇൻറ്റു സ്ക്വയർ ബൈ 2 ഇല്ലേ അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. അപ്പോൾ എം ക്യാൻസൽ ആയാൽ നമുക്കറിയാം കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് 1/2 ആയിട്ട് മാറില്ലേ. സോ 1/2 ഈക്വൽ കെയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ആസ് 200 ഇൻറ്റു എക്സ് സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 16 ഇൻറ്റു 3/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 200 എക്സ് സ്ക്വയർ. സോ ഇറ്റ് ബിക്കംസ് 8. യെസ്, ഇറ്റ് ബിക്കംസ് 48. So that is equal to, so that is equal to 8 into 3 as 24, 24 into 3 as nothing but is equal to 72, that is equal to 200 x square. So x square take the value as yes, it becomes divided by 2, it becomes 36, that division by 100. So if you just to take the value for x, so that is equal to root 36 becomes 6 by 100. So 6 by 10, so it becomes a 0.6 meter. So നമുക്ക് simple ആയിട്ട് ആൻസർ കിട്ടി. C is the choice. So a good question, നല്ലൊരു application concept question ആണ്. We can move to the 23. A small object of uniform density rolls up a curved surface with an initial velocity v. It reaches up to a height of
3v square division by 4g with respect to the initial position the object is. വളരെ ഗുഡായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഇനിഷ്യൽ വെലോസിറ്റിയിൽ സേ ഇവിടെയുണ്ട്, അവന് റോൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്, അവൻ ഏറ്റവും ഹൈറ്റ് പൊങ്ങിയെങ്കിൽ, അപ്പോൾ നമുക്കറിയാം റോൾ ചെയ്യുമ്പോൾ അവനുണ്ടാകുന്ന എനർജി, അപ്പോൾ ആ ടോട്ടൽ എനർജി അവൻ എന്തിനുപയോഗിക്കുന്നു? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ്. സോ നമുക്ക് ആയിട്ട് പറയാം എം ടി എച്ച് എന്ന് പറയുന്നത് യെസ് ഹാഫും വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആയിട്ട് മാറി. നമുക്ക് ഐക്ക് എം കെ സ്ക്വയർ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗ എന്ന് പറയുന്നത് വി ബൈ ആർ, അപ്പോൾ സോ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അവിടെ നമ്മൾ ഹാഫും വി സ്ക്വയർ എന്ന് പറയുന്നത് ഒന്ന് കോമൺ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞു 1 + കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. നമുക്ക് തിരിച്ചറിയാനുള്ളത് ഏത് ബോഡി എന്നാണ്. അതിന് നമുക്ക് വേണ്ട ഒരു ഫംഗ്ഷൻ അല്ലേ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യാം. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കറിയാം എം ക്യാൻസലായി. സോ ജി ഇൻറ്റു ഹൈറ്റ് എത്രമാത്രം മൂവ് ചെയ്തെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? 3v square division by 4g ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2 ദാറ്റ് മച്ച് ഇൻറ്റു 1 + കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. നമുക്ക് വി സ്ക്വയർ എന്ന് പറയുന്നത് ക്യാൻസലായി, ജി ക്യാൻസലായി മാറി, 2 ക്യാൻസലായി മാറി. അപ്പോൾ നമുക്ക് കിട്ടിയത് 3/2 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് 1 + കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പോൾ നമുക്ക് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് 3/2 - 1 ആയി. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 1/2. ഒന്ന് സൂക്ഷിച്ച് നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡി എന്ന് പറയുന്നത് ഒരു ഡിസ്കോ സിലിണ്ടറോ ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ആക്സിസിൽ അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് mr²/2 ആണ്. അങ്ങനെയാണെങ്കിൽ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് നോ ഡൗട്ട് അറ്റ് ഇറ്റ് ബിക്കംസ് 1/2. സോ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ഒന്നുകിൽ സിലിണ്ടർ എന്ന് പറയാം അല്ലെങ്കിൽ ഡിസ്ക് എന്ന് നമുക്ക് പറയാം. സോ ഡി എസ് ദി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. സോ വി ക്യാൻ ജസ്റ്റ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 24. A rod PQ of mass capital M and capital L length is hinged at end to P. The rod is kept horizontal by a massless string tied to a point Q as shown in figure. When string is cut, the initial angular acceleration of the rod is. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ സ്ട്രിങ് കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് സ്വാഭാവികപരമായിട്ടും ഇവൻ താഴോട്ട്, ഇപ്പോൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് ഹിഞ്ച് ചെയ്തിരിക്കുന്നത്, താഴോട്ട് വരണമെങ്കിൽ ദർ ഷുഡ് ബി അല്ലേ ഒരു ഫോഴ്സ് ഉണ്ട്. അത് ഗ്രാവിറ്റേഷണൽ കൺസെപ്റ്റാണ്, അത് അവൻ്റെ വെയിറ്റ് ആണ്. സോ എം ജി ഈസ് ആക്ടിങ് ഫ്രം ദ സെൻറ്റർ ഓഫ് മാസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അവൻ്റെ ഇനിഷ്യൽ ആംഗുലർ ആക്സിലറേഷൻ നമുക്ക് അറ്റ് ദ പോയിന്റ് പി ബേസ് ചെയ്ത് അവൻ്റെ ടോർക്ക് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാൻ രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് ദ ഫോഴ്സ് റെസ്പോൺസിബിൾ ഇൻ ടു ദ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ ഓർ ഈക്വൽ ടു ഐ ഇൻ ടു ആൽഫ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൽഫയാണ്. എന്താണ് ഇവിടുത്തെ ലീനിയർ ഫോഴ്സ്? നമുക്കറിയാം വെയിറ്റ്. ദ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ആൻഡ് ദ ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് അല്ലേ, എന്ന് പറയുമ്പോൾ അത് L/2 അല്ലേ. സോ എം ജി ബൈ ഇൻറ്റു L/2 എന്ന് പറയുന്നത് ഐ ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഫോർ ദ റോഡ്. സോ നമുക്ക് സിമ്പിളായിട്ട് പറയാം ml² ഡിവിഷൻ ബൈ 1 ഓഫ് ദ n2 വരുമ്പോൾ അത് ഫോർമുല 3 അല്ലേ ഇൻറ്റു ആൽഫ. സോ നമുക്ക് ക്യാൻസലായി, ഒരു എൽ എന്ന് പറയുന്നത് നമുക്ക് ക്യാൻസലാക്കി കളയാം. സോ നമുക്ക് ഫോർമുല G/2 എന്ന് പറയുന്നത് L/3 ഇൻറ്റു ആൽഫയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൽഫയാണ്. സോ സിമ്പിളായിട്ട് നമുക്ക് പറയാം 3/2 G/L. സോ ആൽഫ യു ഗെറ്റ് ദ വാല്യൂ ആസ് 3/2 G/L. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് എ. അപ്പോൾ നമ്മൾ ഓർമ്മയിരിക്കട്ടെ, ദ ടോർക്ക് ആക്ടിങ് അറ്റ് ദ പോയിന്റ് പി we can write as the linear force responsible into the perpendicular separation or equal to I alpha. ഈ ഒരു ഫോർമുല നിങ്ങളുടെ മനസ്സിലേക്കുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. ദാറ്റ് ഈസ് എ ഗുഡ് കൺസെപ്റ്റ്. നമ്പർ 25. So here a solid cylinder of mass 50 kilogram and radius 0.5 meter is free to rotate about a horizontal axis. A massless string is wound around the cylinder with one end attached to it and other hanging freely. The tension in the string required to produce an angular acceleration of 2 revolutions per second square. So that is a very important concept. But 2 revolutions.
അപ്പോൾ നമുക്ക് ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ റേഡിയൻ പെർ സെക്കൻഡറിലല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അത് റെവല്യൂഷൻസ് പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ ഒരു റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം അത് 2π റേഡിയൻ അല്ലേ. അപ്പോൾ 2 റെവല്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞൂടെ അത് യെസ് 2 ഇൻറ്റു 2π റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ആൽഫ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ. നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിക്കാം. സോ ഒരു സോളിഡ് സിലിണ്ടറാണ്. യെസ്, ഒരു ടെൻഷൻ ഇവിടെ അപ്ലൈ ചെയ്യണം. അതിൻ്റെ ഹൊറിസോണ്ടൽ വ്യൂ എടുത്താൽ സിലിണ്ടറാണ്, ദ സ്ട്രിങ് ഇതിൽ വൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ ഹാവ് ടു അപ്ലൈ എ ടെൻഷൻ. അപ്പം അത് 2 റെവല്യൂഷൻസ് പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ ഇത്ര വെച്ച് ആൽഫ ഉണ്ടാകണമെങ്കിൽ അവൻ എന്തുമാത്രം ടെൻഷൻ നമ്മൾ കൊടുക്കണം? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നേരത്തെ ടോർക്കിൻ്റെ അതേ കൺസെപ്റ്റ് നമുക്കിവിടെ ഉപയോഗിക്കാം. ടോർക്ക് എന്ന് പറയുന്നത് ലീനിയർ ഫോഴ്സ് റെസ്പോൺസിബിൾ ഇൻ ടു പെർപെൻഡിക്കുലർ സെപ്പറേഷൻ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഐ ഇൻ ടു ആൽഫ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഇവിടുത്തെ ലീനിയർ ഫോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടെൻഷൻ അല്ലേ. ദ ടെൻഷൻ ഇൻ ടു ദ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് അതിൻ്റെ റേഡിയസ് ആയിട്ട് നമുക്ക് എടുക്കാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സിലിണ്ടർ എന്ന് പറയുന്നത് സിമ്പിളായിട്ടത് എം ഇൻറ്റു ആർ സ്ക്വയർ ഡിവിഷൻ ബൈ 2 അല്ലേ. ദാറ്റ് മച്ച് ഇൻറ്റു ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 4π ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ. സോ ഒരാർ ക്യാൻസലായി. നമുക്ക് വേണ്ട ടെൻഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയാം എം എത്രയാണ്? സോ ദ മാസ് ഈസ് ഗിവൻ ആസ് ദാറ്റ് ഈസ് 50 ഇൻറ്റു ദ റേഡിയസ് ഈസ് വാട്ട്? ദാറ്റ് ഈസ് 0.5 ഇൻറ്റു. സോ ഇത് നമുക്ക് 2 ആയിട്ട് എടുക്കാം. സോ 2π ആയിട്ട് നമുക്ക് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു the 25 into is 1/2. It becomes a 25 into 2π. So that is equal to 50 into 3 point. So here the mass is 50 into 0.5 into 2π. So 50 into 3 point, 3.4, and you get the answer as 157 Newton. So you get the answer as a D choice. So a good concept, a very important one. So we can move to the question number 26. The ratio of accelerations for a solid sphere of mass m and radius r rolling down an inclined plane theta without slipping and slipping down the incline without rolling. അപ്പോൾ നമുക്ക് രണ്ട് സിറ്റുവേഷൻസ് ആണ് അല്ലേ. ഒരു കേസ് എന്ന് പറയുന്നത് റോൾ ഡൗൺ ചെയ്യുന്നു, അപ്പോൾ 2 മൂവ്മെൻറ്റ് വരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ജി സൈൻ തീറ്റ ഡിവിഷൻ ബൈ 1 + k² ഡിവിഷൻ ബൈ r². രണ്ടാമത്തെ കേസിൽ വെറും സ്ലിപ്പിംഗ് ഡൗൺ ആണെങ്കിൽ ഇൻക്ലൈൻ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് ജി സൈൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് a1/a2 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ജി സൈൻ തീറ്റ ക്യാൻസലായി കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ആൻസർ ആസ് 1/1 + k². ഇതൊരു സോളിഡ് സ്ഫിയർ ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാം k²/r² ഈസ് വാട്ട്? നമുക്കറിയാം ഒരു സോളിഡ് സ്ഫിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് 2/5 mr² ആണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു mk². സോ നമുക്ക് അവിടെ നിന്ന് k²/r² എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 2/5 ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. So 5 + 2 as 7/5. So we get the answer as 5:7. So we get yes the answer. So we can move to the question number 27. A good question. A mass m moves in a circle on a smooth horizontal plane with a velocity v0 at a radius R0. The mass is attached to a string which passes through a smooth hole in the plane as shown. The tension in the string is increased gradually, and finally m moves in a circle of radius r0/2. The final value of the kinetic energy is. അപ്പോൾ നമ്മൾ ആദ്യം ഒരു v0 വെലോസിറ്റിയിൽ r0 റേഡിയസിൽ കറങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റേഡിയസ് ഹാഫാക്കി മാറ്റുകയാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും അത് മൂവ് ചെയ്യാനുള്ള വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്താണ് പിന്നെ എന്നുള്ളതാണ് ചോദ്യം.
അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഇങ്ങനെ വരുമ്പോൾ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ടോർക്ക് ആക്ട് ചെയ്യാതെ ഉള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നതെങ്കിൽ എപ്പോഴും രണ്ട് സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ആങ്കുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഓർക്കുക. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ V0 R0യിലുള്ള അവൻ്റെ M1 V1 R1 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ രണ്ടാമത്തെ കേസിൽ M2 V2 R2 ആയിട്ട് നമുക്ക് പറയാം. മാസ് രണ്ടിലും കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ എം ക്യാൻസലായിപ്പോയി. വെലോസിറ്റി ആദ്യത്തേതിന് V0 റേഡിയസ് R0 എന്നല്ലേ പറയുന്നത്. രണ്ടാമത്തെ കേസിലെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള വെലോസിറ്റി V ഡാഷ് ആയിട്ട് എടുത്തേ. റേഡിയസ് എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് R0/2 ആയിട്ട് നമുക്ക് എടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ R0 ക്യാൻസലായി കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കേസ് V ഡാഷ് എന്ന് പറയുന്നത് 2 ടൈംസ് V0. അപ്പം അവൻ്റെ റേഡിയസ് R0/2 ആയിട്ട് നമ്മൾ കുറയ്ക്കുമ്പോൾ അവൻ്റെ വെലോസിറ്റി ഡബിളായി മാറി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിലെ കൈനറ്റിക് എനർജി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഹാഫ് m/v². നമുക്കറിയാവുന്നുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് V ഡാഷ് എന്ന് പറയുന്നത് 2V0 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് വാട്ട്? It becomes 4 times V0 square. So 2 cancel. So we get the value as a 2mV0 square. So the final kinetic energy become as a C choice. So വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ഇങ്ങനെയാണ്. കൺസർവേഷൻ ഓഫ് ആങ്കുലർ മൊമെൻറ്റം, ആ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വന്നില്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ തെറ്റിപ്പോവും എന്നുള്ള കാര്യം ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. നമ്പർ 28. A rod of weight W is supported by two parallel knife edges A and B and is in equilibrium in a horizontal position. The knives are at a distance D from each other. The center of mass of the rod is at a distance X from A. The normal reaction on A is, so that is a question. So നമുക്ക് സിമ്പിളായിട്ട് അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. നോക്കൂ, നമുക്ക് the rod is there. നമുക്ക് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ദ വെയ്റ്റ് ആക്ട് ചെയ്യുന്നു എന്നിരിക്കട്ടെ. പക്ഷേ നമുക്കിവിടെ രണ്ട് നൈഫ് എഡ്ജസ് നമ്മളോട് പറയുന്നുണ്ട്. സോ വി ക്യാൻ സേ ദിസ് ഈസ് ദ നൈഫ് എഡ്ജസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ നിന്നൊരു റിയാക്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ വെയ്റ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻ. നമുക്ക് R1 എന്നെടുക്കാം, ഇവിടെ നിന്നുള്ള സേ R2 എന്നെടുക്കാം. ഇവിടെ പറയുന്നത് ഈ രണ്ട് നൈഫ് എഡ്ജും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് D ആണ്. അതോടൊപ്പം ഈ നൈഫ് എഡ്ജിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് X എന്ന് നമ്മളോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ദാറ്റ് ഈസ് ആക്ടിങ് ഫ്രം ദിസ് നൈഫ് എഡ്ജ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് A. ഇവിടെ പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ റോഡ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം A. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് പറയാം D മൈനസ് X ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് നമുക്ക് റെലവൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഫിഗർ എന്ന് പറയുന്നത്. ഇനി അവിടെ പറയുന്ന മറ്റ് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. കണ്ടുപിടിക്കേണ്ടത് നോർമൽ റിയാക്ഷനാണ്. എന്തായാലും ഈ ബോഡി ഇക്വിലിബ്രിയം അല്ലേ? യെസ്. അപ്പം ലീനിയർ കൺസെപ്റ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? ദ വെയ്റ്റ് W ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? R1 + R2 എന്ന് നമുക്ക് പറയാമല്ലോ. എന്ന് പറഞ്ഞാൽ രണ്ടും ബാലൻസ്ഡ് ആണ്. സോ ഉറപ്പായിട്ട് നമുക്ക് പറയാം. രണ്ടാമത്തെ കണ്ടീഷൻ, ഇത് ഇക്വിലിബ്രിയം ആണെങ്കിൽ ലീനിയർ കേസ് പറഞ്ഞ മാതിരി തന്നെ ടോയും എന്തായിരിക്കണം? 0 ആകണ്ടേ? യെസ്. അപ്പോൾ ഉറപ്പായിട്ടും അപ്പോൾ നമ്മൾ എബൌട്ട് W ആണ് കാണുന്നതെങ്കിൽ, സെൻറ്റർ ഓഫ് മാസ് ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാം ഈ R1 കൊടുക്കുന്ന ഒരു ക്ലോക്ക് വൈസ് ടോർക്കിനെ ക്യാൻസൽ ചെയ്യാൻ ആർക്ക് പറ്റും? R2 കൊടുക്കുന്ന ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കിന്. എന്ന് പറഞ്ഞാൽ ആ ടോർക്കിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ W എബൌട്ട് ആയിട്ടുള്ള നെറ്റ് ടോർക്ക് നമ്മൾ കണ്ടുപിടിക്കണം. എന്ന് പറയുമ്പോൾ അവിടെ 3 കോൺട്രിബ്യൂഷൻ ഏതൊക്കെ? ടോ ഡ്യൂ ടു W പ്ലസ് ഡോ ഡ്യൂ ടു R1 പ്ലസ് ടോ ഡ്യൂ ടു R2. അപ്പോൾ ഇവിടുത്തെ ആ എബൌട്ട് W ആണ് എടുക്കുന്നതുകൊണ്ട് അവിടെ ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് അത് 0 ആയി. R1 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നമുക്ക് -R1 ഇൻറ്റു പെർപെൻഡിക്കുലർ സെപ്പറേഷൻ എടുക്കാം. R2ൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് വി കൻ സേ ദാറ്റ് R2 ഇൻറ്റു D മൈനസ് X എന്ന് പറയുന്നത് 0 ആകാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ ഒരു എക്സ്പ്രഷൻ കിട്ടി. R1X എന്ന് പറയുന്നത് R2 ഇൻറ്റു D മൈനസ് X ആയിട്ട് നമുക്ക് എടുക്കാം. സോ നമുക്ക് വേണ്ടത് നോർമൽ റിയാക്ഷൻ ഓൺ A, ദാറ്റ് മീൻസ് R1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് R2 ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇറ്റ് ഈസ് R1X ഡിവിഷൻ ബൈ D മൈനസ് X മാറി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു R1 നമുക്ക് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ
it becomes d minus x plus x division by d minus x. So നമുക്ക് x to x ക്യാൻസലായി മാറി. സോ R1 എന്ന് പറയുന്നത് w ഇൻറ്റു എസ് ഡി മൈനസ് എക്സ് ഡിവിഷൻ ബൈ ഡി ആയിട്ട് മാറി. വളരെ പ്രധാനപ്പെട്ട കേസ്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റിൻ്റെ കൺസെപ്റ്റ്സുകളാണ് നമ്മൾ യൂസ് ചെയ്തത്. ബോഡി ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സമയമാകുമ്പോൾ അവിടുത്തെ ലീനിയർ ഫോഴ്സ് നമുക്ക് മസ്റ്റായിട്ട് 0 ആകണം. W താപ്പോട്ടാണ്, R1 R2 മേപ്പോട്ടാണ്. സോ നമ്മൾ ബാലൻസ് ചെയ്ത് എഴുതി W ഷുഡ് ബി ഈക്വൽ ടു R1 പ്ലസ് R2. രണ്ടാമത് നെറ്റ് ടോർക്ക് 0 ആകണം. അതിൽ നിന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട റിലേഷനിലേക്ക് എത്തി. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. യു ഗെറ്റ് ദ കൺസെപ്റ്റ് ഫോർ R1. സോ ഈസ് ഈക്വൽ ടു W d മൈനസ് എക്സ് ബൈ ഡി. സോ നമുക്ക് 28th ആൻസർ ഡി ആയിട്ട് നമുക്ക് പറയാം. സോ വി ക്യാൻ ജസ്റ്റ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 29. 3 identical spherical shells, each of mass m and radius r, are placed as shown in figure. Consider an axis xx dash which is touching two shells and passing through diameter to the third shell. Moment of inertia of the system consisting of these 3 spherical shells about x axis is. അപ്പോൾ നമുക്കിവിടെ 3 ഷെല്ലുകളാണ് അല്ലേ. നമുക്ക് 1 2 3 എന്ന് നമുക്ക് മാർക്ക് ചെയ്താൽ നമുക്ക് ടോട്ടലായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ഡാഷ് എന്ന് പറയുന്നതിന് 3 കോൺട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് പറയാം. I1 പ്ലസ് I2 പ്ലസ് I3. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം I2 I3 ഈക്വൽ ആയിരിക്കും അല്ലേ. കാരണം ആ സ്പെറിക്കൽ ഷെല്ലിൻ്റെ ടാൻജൻഷ്യലായിട്ടല്ലേ മൂവ് ചെയ്യുന്നത്. സോ നമുക്കിങ്ങനെ പറയാം I1 പ്ലസ് 2 ഇൻറ്റു I2 ആണ്. അപ്പോൾ ആദ്യത്തെ സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഡയമീറ്ററിലൂടെയല്ലേ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാമല്ലോ 2/3 m ഇൻറ്റു r² അല്ലേ. രണ്ടാമത്തെ കേസിൽ അത് ടാൻജൻറ്റോടെയല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ടാൻജൻറ്റോടെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കണ്ടുപിടിക്കും? സെൻറ്റർ ഓഫ് മാസിലൂടെയുള്ള വായു അറിയുകയും ആ ടാൻജൻറ്റുമായിട്ടുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് അറിയാമെങ്കിൽ നമ്മുടെ പാരലൽ ആക്സിസ് തിയറം പറയുന്നത് ICM പ്ലസ് MA² അല്ലേ. എന്ന് പറയുമ്പോൾ അത് 2/3 m r² പ്ലസ് m ഇൻറ്റു r² അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 2 ദാറ്റ് ബിക്കംസ് 5/3 mr² അല്ലേ. യെസ്. അപ്പോൾ നമുക്ക് ആ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5/3 m ഇൻറ്റു r². സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയിട്ട് വന്നു. സോ 10 + 12. സോ 12/3 into mr². So equal to 4 mr². So that is the answer. So we get the answer for as a D choice. സോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മുടെ സ്പെറിക്കൽ ഷെല്ല് കൊണ്ടുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റൂ. ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. See the question number 30. So here, an automobile moves on a road with a speed of 54 km/h. So we can convert it into meter per second by just multiplying 5/18. So we get the answer as 15 meter per second. The radius of the wheel is given as 0.45 meter, and the moment of inertia of the wheel about its axis is 3 kg/m². If the vehicle have to rest in 15 seconds, then we have to find what is the torque acting on it. That is a concept. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ നമ്മുടെ കൈനമാറ്റിക് റിലേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. ω_t is equal to ω0 plus alpha into t. So alpha take the value as ω_t minus ω0 by time. And we know that alpha is torque division by I. So we get the value for tau is equal to I into ω_t minus ω0 that division by t. Going to rest എന്ന് പറയുന്നത് കൊണ്ട് ഫൈനൽ വാല്യൂ 0 ആണ്. പക്ഷേ ഇനിഷ്യൽ വാല്യൂ ω0 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സോ V0 എന്ന് പറയുന്നത് നമുക്ക് R⍵ എന്നൊരു കൺസെപ്റ്റ് അറിയുന്നുള്ളത് കൊണ്ട് സോ വി ക്യാൻ ω0 എന്ന് പറയുന്നത് V/R എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തി. സോ ദാറ്റ് ഈസ് 15 ഡിവിഷൻ ബൈ 0.5 എന്നൊരു ഓപ്ഷനായി. സോ നമുക്കത് അറിയാമെന്നുള്ളത് കൊണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I 3 ആണ്. സോ ദാറ്റ് ഈസ് 0 മൈനസ് 15 ഡിവിഷൻ ബൈ 0.45 ബൈ ദ ടൈം എന്ന് പറയുന്നത് 15 ആയിട്ട് എടുക്കാം. സോ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടിയാൽ അറൗണ്ട് സോ വി ഗെറ്റ് ദ വാല്യൂ ആസ് ഈക്വൽ ടു tau is equal to 6.66 kg/m² second raised to -2. So we get the answer as B.
So we can move with the question number 31, the last question of the video. A simple concept. A point object M1 and M2 are placed at the opposite ends of a rigid rod of length L and negligible mass. The rod is said to be rotating about an axis perpendicular to it. The position of point P on this rod through which the axis should pass so that the work required to set the rod rotating with angular velocity omega 0 is minimum is given by the position of the point. The very important concept. So അവിടുത്തെ വർക്ക് മിനിമം ആയിരിക്കണമെങ്കിൽ കീപ്പ് ഇൻ മൈൻഡ് ഒമേഗ 0 മിനിമം ആകണമെങ്കിൽ വി ഹാവ് ടു റൊട്ടേറ്റ് അബൌട്ട് ദ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദ ലൊക്കേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഫ്രം M1, ദാറ്റ് ഈസ് വി നീഡ് ടു ഫൈൻഡ് ഇറ്റ്. സോ നമ്മൾ ഒറിജിൻ ഇവിടെയാണ് നമ്മൾ വെക്കുന്നത് എന്ന് വിചാരിക്കുക. നമ്മുടെ M1 മാസ് എന്ന് പറയുന്നത് ഒറിജിനാണ്, M2 എന്ന് പറയുന്നത് നമുക്ക് L എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ്. അങ്ങനെയാണെങ്കിൽ ഫോർ എ 2 പാർട്ടിക്കിൾ സിസ്റ്റം നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ M1 x1 പ്ലസ് M2 x2 ബൈ M1 പ്ലസ് M2. സോ M1 ഇൻറ്റു x1 എന്ന് പറയുന്നത് 0 ആണ്, M2 ഇൻറ്റു L ഡിവിഷൻ ബൈ M1 പ്ലസ് M2. സോ നമുക്ക് സിമ്പിളായിട്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. സോ M2 L ഡിവിഷൻ ബൈ M1 plus M2, and you get the answer as A as choice. So students, so നമ്മൾ 2015 ഒരു ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ രണ്ടാമത്തെ ഫേസ് 2015 തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട 2019 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന വീഡിയോയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ട്രൈ ടു ഡു മാക്സിമം MCQs ബേസ്ഡ് ഓൺ ദിസ് ചാപ്റ്റർ. നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഒരു വിധം എല്ലാ കൺസെപ്റ്റ്സുകളെയും ലിങ്ക് ചെയ്ത ക്വസ്റ്റ്യൻസാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് പ്രയോജനകരമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് അതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.